ഹലോ ഫ്രണ്ട്സ്, ഫാറ്റി ടിവിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം മസിൽ സ്യൂട്ടിന്റെയും കുടകളുടെയും മാംഗോ ഫ്രൂട്ടിയുടെയും കർപ്പൂരത്തിന്റെയും ഒക്കെ വ്യാവസായിക നിർമ്മാണമാണ് കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫാറ്റി ടിവി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് സാനിറ്ററി നാപ്കിനുകളുടെ ഫാക്ടറി മാനുഫാക്ചറിംഗ് പ്രോസസ് ആണ്. അപ്പോൾ ഒട്ടും സമയം പാഴാക്കാൻ നമുക്ക് വീഡിയോ തുടങ്ങാം. ഈ സാനിറ്ററി പാഡുകൾ സ്ത്രീകൾക്ക് വേണ്ടിയല്ല, മറിച്ച് പുരുഷന്മാർക്ക് വേണ്ടിയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ നിർമ്മിച്ചിരുന്നതെന്ന് കേട്ടാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നുമെങ്കിലും സത്യം അതാണ്. ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്തുണ്ടായ ഒരു കാര്യമാണ് ലോകത്ത് ആദ്യമായിട്ട് സാനിറ്ററി നാപ്കിനുകൾ വിപണിയിലെത്തുവാനുള്ള വഴിതെളിച്ചത്. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ഫ്രാൻസിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന അമേരിക്കൻ നേഴ്സുമാരുടെ ഒരു കാര്യം ശ്രദ്ധിച്ചു. പരിക്കേറ്റ പട്ടാളക്കാർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്രത്യേകതരം ബാൻഡേജുകൾ തങ്ങൾ ഉപയോഗിക്കുന്ന മെൻസ്ട്രൽ പാഡുകളുടെ ഇരട്ടി ഈർപ്പം വലിച്ചെടുക്കാൻ ശേഷിയുണ്ടെന്നതായിരുന്നു അത്. ഇത് നേഴ്സുമാരിൽ നിന്ന് മനസ്സിലാക്കിയ ബാൻഡേജ് കമ്പനിയാണ് 1921 ലോകത്തിലെ ആദ്യ സാനിറ്ററി പാഡുകൾ വിപണിയിലെത്തിച്ചത്. ഇന്ന് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന കണ്ടുപിടുത്തമായിട്ടാണ് സാനിറ്ററി നാപ്കിനുകളെ ലോകം കാണുന്നത്. ഇനി നമുക്ക് സാനിറ്ററി നാപ്കിൻ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. പരുത്തിച്ചെടിയിൽ നിന്നാണ് സാനിറ്ററി നാപ്കിൻ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പഞ്ഞി ലഭിക്കുന്നത്. ഈ ചെടിയുടെ വിത്തിനെ പൊതിഞ്ഞിട്ടാണ് പരുത്തി പഞ്ഞി ഉണ്ടാകുന്നത്. പരുത്തിച്ചെടിയുടെ കായ പാകമായി എന്നറിയാൻ സാധിക്കുന്നത് അവ സ്വാഭാവികമായിട്ട് വിളഞ്ഞ് ഉണങ്ങി പൊട്ടുമ്പോഴാണ്. ഇങ്ങനെ വിളവെടുപ്പിന് തയ്യാറായി പരുത്തിച്ചെടിയിൽ പൊട്ടി നിൽക്കുന്ന കായ്കളിൽ നിന്നും പഞ്ഞി കൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ യന്ത്ര സഹായത്തോടെയാണ് ശേഖരിക്കുന്നത്. ഇങ്ങനെ ശേഖരിക്കുന്ന പരുത്തി പഞ്ഞിയിൽ പരുത്തി കായ്ക്കുള്ളിലെ കുരുവ് ഉണ്ടാകും. വിശാലമായിട്ടുള്ള പരുത്തി കൃഷിയിടങ്ങളിൽ കോട്ടൺ പിക്കർ എന്ന യന്ത്രം ഉപയോഗിച്ചിട്ടാണ് പരുത്തി പഞ്ഞി ശേഖരിക്കുന്നത്. കോട്ടൺ പിക്കർ ഉപയോഗിച്ച് ശേഖരിച്ച പഞ്ഞി വിളവെടുപ്പിനൊടുവിൽ ആ യന്ത്രത്തിനുള്ളിൽ വെച്ച് തന്നെ ഒരു റോളറിന്റെ സഹായത്തിൽ വലിയ ബണ്ടിലാക്കി മാറ്റുന്നു. ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന ബണ്ടിലുകളെ അവിടെ നിന്നും കോട്ടൺ പ്രോസസ്സിംഗ് പ്ലാന്റിൽ എത്തിക്കുന്നു. കൃഷിയിടങ്ങളിൽ നിന്നും നേരിട്ട് ശേഖരിച്ച പരുത്തിപ്പഞ്ഞി കംപ്രസ് ചെയ്താണല്ലോ മൊഡ്യൂളുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ പരുത്തിപ്പഞ്ഞിക്കൊപ്പം പരുത്തി കുരുക്കളും അതുപോലെ തന്നെ പരുത്തി ചെടിയുടെ ഇലകളും കായുടെ തോടും കമ്പുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അവയെല്ലാം നീക്കം ചെയ്ത് പരുത്തി നൂൽ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള പരുത്തിപ്പഞ്ഞി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രോസസ്സിംഗ് പ്ലാന്റിൽ എത്തിക്കുന്നത്. പ്ലാന്റിൽ പ്രോസസ്സ് ചെയ്ത് ശുദ്ധമായിട്ടുള്ള പഞ്ഞി വേർതിരിച്ചെടുക്കുന്നു. പഞ്ഞിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പരുത്തി കുരുക്കൾ പരുത്തി എണ്ണ നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഫാർമസി കമ്പനികൾ മരുന്ന് നിർമ്മിക്കാനോ ഒക്കെ വാങ്ങിക്കും. വേർതിരിച്ച് എടുക്കുന്ന ശുദ്ധമായിട്ടുള്ള പഞ്ഞി വീണ്ടും കംപ്രസ് ചെയ്ത് ബണ്ടിലുകളാക്കി സാനിറ്ററി നാപ്കിൻ നിർമ്മിക്കുന്ന യൂണിറ്റിൽ എത്തിക്കുന്നു. സാനിറ്ററി നാപ്കിൻ മാനുഫാക്ചറിംഗ് യൂണിറ്റിലെത്തുന്ന പഞ്ഞിയെ ഒരു കട്ടിംഗ് മെഷീൻ പാടുകൾക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ മുറിച്ചെടുക്കുന്നു. ഈ പഞ്ഞിയിലേക്ക് ജലാംശം നന്നായിട്ട് വലിച്ചെടുക്കാൻ ശേഷിയുള്ള പോളിമർ പൗഡർ വിതറുന്നു. നാം സാധാരണയായിട്ട് പല പ്രൊഡക്റ്റുകൾക്കും ഉള്ളിൽ കാണുന്ന സിലിക്ക പൗഡർ തന്നെയാണ് ഈ പോളിമർ പൗഡർ. ഈർപ്പം വലിച്ചെടുക്കാനും അത് ധാരാളം സമയം സംഭരിക്കുവാനും സാനിറ്ററി പാഡുകൾക്ക് ശേഷി നൽകുന്നത് ഈ സൂപ്പർ അബ്സോർബ്മെന്റ് പോളിമർ പൗഡറാണ്. സിലിക്ക പൗഡറിന്റെ കഴിവ് ഒന്ന് നേരി കണ്ടോളൂ. വളരെ കുറച്ചു മാത്രം സിലിക്ക പൗഡർ എത്രത്തോളം ജലത്തെയാണ് വലിച്ചെടുക്കുന്നതെന്ന് നിങ്ങൾ കണ്ടു. അപ്പോൾ ഇനി പോളിമർ പൗഡർ വിതറിയ കോട്ടൺ പഞ്ഞിയെ 2 തരത്തിലുള്ള പേപ്പറുകൾ ഉപയോഗിച്ച് ഒരു സാൻഡ്വിച്ച് പോലെ പൊതിയുന്നതാണ് അടുത്ത ഘട്ടം. സിലിക്ക പൗഡർ വിതറിയ പഞ്ഞിയുടെ ഒരു വശം റിമൂവബിൾ സ്റ്റിക്കർ പേപ്പർ കൊണ്ടും അടുത്ത വശം വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള അംബോസിംഗ് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു ലെയറായിട്ട് പൊതിഞ്ഞെടുത്തതിന് ശേഷം സാനിറ്ററി നാപ്കിനിന്റെ ആകൃതിയിൽ മുറിച്ചെടുത്ത് ലെയറുകൾ സെൽ ചെയ്യുന്നതോടെ സാനിറ്ററി നാപ്കിനിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. നിർമ്മാണം പൂർത്തിയാകുന്ന സാനിറ്ററി നാപ്കിൻ ഇനി എത്തുന്നത് സ്റ്റെറിലൈസേഷൻ യൂണിറ്റിലാണ്. സാനിറ്ററി നാപ്കിനുകൾ വളരെയേറെ വൃത്തിയുള്ളതായിരിക്കണമെന്നത് പാടുകളുടെ ഗുണനിലവാരം നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ നിർമ്മാണം പൂർത്തിയാക്കുന്ന ഓരോ സാനിറ്ററി നാപ്കിനുകളും അൾട്രാ വയലറ്റ് സ്റ്റെറിലൈസേഷൻ യൂണിറ്റിലൂടെ അണുനശീകരണത്തിന് വേണ്ടി കടത്തിവിടുന്നു. അൾട്രാ വയലറ്റ് രശ്മികൾ സാനിറ്ററി നാപ്കിനുകൾ 100% അണുവിമുക്തമാക്കുന്നു. അണുവിമുക്തമായിട്ടുള്ള സാനിറ്ററി പാഡുകൾ എത്തുന്നത് പാക്കിംഗ് സെക്ഷനിലാണ്. പാക്കിംഗ് സെക്ഷനിലെ സാനിറ്ററി നാപ്കിനുകൾ അതിന്റെ അളവുകൾ അനുസരിച്ച് വേർതിരിച്ച് ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീനുകളുടെ സഹായത്തോടെ പാക്ക് ചെയ്തെടുക്കുന്നതോടെ അവ വിപണിയിലൂടെ ഉപഭോക്താക്കളുടെ കൈകളിലെത്താൻ തയ്യാറാകുന്നു. ഫാക്ടറിയിൽ എങ്ങനെയാണ് സാനിറ്ററി നാപ്കിനുകൾ നിർമ്മിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ പറയാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ ഫാക്ടറി TV ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.